2026 ഫെബ്രുവരി 1 ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായത്തിന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 9ാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളെയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മൂന്നാം മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടിനെയും വിളക്കിച്ചേർക്കുന്ന ഒരു രേഖയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നു എന്ന പ്രത്യേകത ഇത്തവണത്തെ സാമ്പത്തിക പ്രഖ്യാപനങ്ങൾക്ക് ഒരു പ്രത്യേക മാനം നൽകുന്നു. അവധി ദിനത്തിന്റെ ശാന്തതയിലാണെങ്കിലും രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് കാതോർക്കുന്നത് തങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുന്ന ആ ചുവന്ന സഞ്ചിക്കുള്ളിലെ രഹസ്യങ്ങൾ അറിയാനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ കാട്ടുന്ന സ്ഥിരത ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വളർച്ച താഴെത്തട്ടിലുള്ള സാധാരണക്കാരനിലേക്കും മധ്യവർഗത്തിലേക്കും എത്രത്തോളം എത്തുന്നു എന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന ബജറ്റ് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലായി എന്ന വിലയിരുത്തലും പുതിയ കാലഘട്ടത്തിലെ ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃഷിയെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാം എഞ്ചിൻ എന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ബജറ്റിൽ ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ്, കോട്ടൺ പ്രൊഡക്ടിവിറ്റി മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ പുരോഗതി ഇപ്പോഴും ഇഴയുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. വിത്തുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കർഷകർക്ക് ഗുണകരമാകണമെങ്കിലും വിതരണ ശൃംഖലയിലെ പാളിച്ചകളും സംഭരണ കേന്ദ്രങ്ങളുടെ അപര്യാപ്തതയും കർഷകരെ ഇപ്പോഴും ദുരിതത്തിലാഴ്ത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിക്കുമ്പോൾ സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷകൾ പലപ്പോഴും നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വരാനിരിക്കുന്ന ബജറ്റിൽ കേവലം പ്രഖ്യാപനങ്ങൾക്കപ്പുറം പദ്ധതികൾ കൃത്യസമയത്ത് കർഷകരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കായിരിക്കും മുൻഗണന ലഭിക്കേണ്ടത്. വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ ലക്ഷ്യമിട്ട നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ഇപ്പോഴും ആസൂത്രണ ഘട്ടത്തിലാണ്. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ആനുകൂല്യ പദ്ധതികൾ വൻകിട കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കിയെങ്കിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ പരിമിതമായി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായി അനുവദിച്ച തുകയുടെ വിനിയോഗവും ഇനിയും വേഗത്തിലാക്കേണ്ടതുണ്ട്. സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് തൊഴിൽ നൈപുണ്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശമ്പളക്കാരായ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതിയിലെ മാറ്റങ്ങളാണ് ബജറ്റിലെ ഏറ്റവും വലിയ ആകർഷണം. കഴിഞ്ഞ വർഷം പുതിയ നികുതി വ്യവസ്ഥയിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പലർക്കും ആശ്വാസമായിരുന്നു. 12.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന തീരുമാനം വലിയ ജനപ്രീതി നേടി. എന്നാൽ ഇതിനൊപ്പം തന്നെ പഴയ നികുതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാതിരുന്നത് വീട്ടുവാടകയും ഇൻഷുറൻസ് പ്രീമിയവും അടയ്ക്കുന്നവർക്ക് തിരിച്ചടിയായി. പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ പഴയ വ്യവസ്ഥയിലെ ഇളവുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ഇത്തവണ ശക്തമാണ്. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ കൈകളിൽ കൂടുതൽ പണം അവശേഷിക്കുന്ന രീതിയിലുള്ള നികുതി പരിഷ്കാരങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. 2026 ബജറ്റിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തമായിരിക്കും. ശാന്തി ബിൽ നിയമമാകുന്നതോടെ ഈ മേഖലയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ കടന്നുവരും. ചെറുകിട മോഡുലാർ റിയാക്ടറുകളുടെ ഗവേഷണത്തിനായി വലിയ തുക വകയിരുത്തുന്നത് ഭാവിയിൽ കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹൃദമായ ഊർജ്ജം ലഭ്യമാക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ റെയിൽവേയിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളും അനുവദിക്കുന്നത് യാത്രാക്ലേശം പരിഹരിക്കാൻ സഹായിക്കും. വ്യോമയാന മേഖലയിൽ ഉഡാൻ പദ്ധതി വഴി ചെറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഈ ബജറ്റിൽ തുടരാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ടെലികോം മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 5G സേവനങ്ങൾ രാജ്യവ്യാപകമായി എത്തിയെങ്കിലും ഇതിൻ്റെ ഗുണഫലങ്ങൾ ഗ്രാമീണ മേഖലയിലേക്ക് കൂടി എത്തിക്കാൻ ലൈസൻസിംഗ് ഫീസിലും GST നിരക്കിലും ഇളവുകൾ വേണമെന്ന് ടെലികോം കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇൻ്റർനെറ്റ് സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമായാൽ മാത്രമേ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഡിജിറ്റലായി താഴെത്തട്ടിൽ എത്തിക്കാൻ കഴിയൂ. സ്മാർട്ട് മീറ്ററുകൾ വ്യാപകമാക്കുന്നതിലൂടെ വൈദ്യുതി വിതരണ രംഗത്തെ ചോർച്ച ഒഴിവാക്കാനുള്ള നീക്കങ്ങളും ബജറ്റിലെ മുഖ്യ ആകർഷണമായിരിക്കും. മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങളും ഈ ബജറ്റിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നു. പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രായത്തിനനുസരിച്ചുള്ള പ്രത്യേക ആനുകൂല്യങ്ങളില്ലാത്തത് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്നവരെ ബാധിച്ചിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് നൽകുന്ന ഇളവുകൾ വർദ്ധിപ്പിക്കുകയും ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയ്ക്ക് കൂടുതൽ നികുതി ഇളവ് നൽകുകയും ചെയ്യുന്നത് അവർക്ക് വലിയ ആശ്വാസമാകും. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഇൻഷുറൻസ് പദ്ധതികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയിലെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ 2026 ബജറ്റ് എന്നത് വെറുമൊരു കണക്ക് പുസ്തകം മാത്രമല്ല, മറിച്ച് മാറുന്ന ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുക തുടങ്ങിയ വെല്ലുവിളികൾ സർക്കാരിന് മുന്നിലുണ്ട്.
പ്രഖ്യാപിച്ച പദ്ധതികൾ കടലാസിലൊതുങ്ങാതെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഭരണകൂടത്തിൻ്റെ വിജയം വരുന്നത്. ഫെബ്രുവരി 1 ധനമന്ത്രി സഭയിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതും രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതും ആയിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ ബജറ്റ് ഒരു നിർണായക നാഴികക്കല്ലായി മാറട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.